പാലക്കാട് അഡീഷണൽ നിങ്ങൾ SP സാർ വിളിക്കുന്നു പാലക്കാട്. അച്ഛ വെളിയിൽ പോയിട്ടുണ്ട് സാറേ. ഹലോ ഹലോ അമ്മ, പുതു നമ്പർ ഇருக்கு. ഹലോ ഹലോ, ഞാൻ പാലക്കാട് അഡീഷണൽ നിങ്ങൾ SP സാർ വിളിച്ചിരുന്നോ? വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടൻ പുറത്ത് പോയല്ലോ. എവിടെയാണ് വിളിക്കുന്നത്? ഇത് ചോറപ്പാറ കോളിപ്പാറ ഇത് കൊളിന്താമ്പാറ ഭാഗത്തിൽ പെട്ടതാണ്. ചോറപ്പാറ. വിളിച്ചത് ഏട്ടനാണ്, കെട്ടിവനാണ് വിളിച്ചത്. പേര് വിൻസെന്റ് സേവിയർ. എന്റെ പേര് വിൻസെന്റ് സേവിയറാണ് വിളിച്ചത്. ഏത് പരാതി കൊടുത്തിട്ട് ഞങ്ങള് 2-3 പ്രാവശ്യം കൊടുത്ത പരാതിന് എന്താ പറഞ്ഞിട്ട് ഞങ്ങള് കൊളിഞ്ചാമ്പാറയിൽ കൊടുത്തതാണ്. കൊളിഞ്ചാമ്പാറയിൽ കൊടുത്ത് കൊളിഞ്ചാമ്പാറ CI ഇത് തെറ്റായത് അയച്ചത് കാരണം ഞങ്ങള് പാലക്കാട് SP ഓഫീസിൽ കൊടുത്തതാണ് ആദ്യം. ഏതോ തെറ്റാന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ വേറെ നമ്പർ പരാതി എന്താന്ന് എനിക്കറിയില്ല. ഏട്ടനാണ് കൊടുത്തത്, ഏട്ടനാണ് വിളിച്ചത്. നിങ്ങളെ ഭർത്താവ് കൊടുത്ത പരാതി എന്താ നിങ്ങൾക്ക് അറിയില്ലേ? അറിയില്ലേ? അത്രയ്ക്കൊന്നും നമുക്കൊന്നും പറ്റില്ല സാറേ. ഞാൻ തമിഴാണ്, കുറച്ച് കുറച്ച് മലയാളം അറിയുക. അത് കാരണം എനിക്കത് മരിച്ചാളിന്റെ പേരിൽ കിണർ കുളിച്ചതിന്റെ ഇതാണ്. സ്റ്റാമ്പ് പേപ്പർ എന്തോ വാങ്ങിയിട്ട് കിണർ കുളിച്ചതിന്റെയാണ് അങ്ങനെ പറഞ്ഞിട്ടാണ് അത് കൊടുത്തത്. അത് അത്രയും വിൻസെന്റ് മിസ്റ്റർ മിഷൻ മെക്കാനിക്കൽ ജോലിയും കോൺക്രീറ്റ് മറ്റേ കോൺക്രീറ്റ് ഓട്ടുന്ന മിഷൻ ഉണ്ടല്ലോ, അതൊക്കെ നേരെയാക്കുന്ന പണിയും. എവിടെയെങ്കിലും കോൺക്രീറ്റ് ഉണ്ടെങ്കിൽ വിളിക്കും ഫോണില്, അവർക്ക് പോയി കോൺക്രീറ്റ് ഇട്ട് കൊടുക്കാൻ പോകും. കിണറ് ഇതൊക്കെ നമുക്ക് അറിയില്ല സാറേ. അതാണ് അവർ ഏട്ടൻ വന്ന് പിന്നെ വിളിക്കാൻ പറയാ. ഇപ്പൊ ഏട്ടൻ പണിക്ക് പോയിരിക്കുന്ന ഒരു കോൺക്രീറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് മിഷന് കൊണ്ടുപോയിരിക്കുന്നു. ഉണ്ട്. SP സാർ വിളിച്ചത് ഏട്ടനാണ് വിളിച്ചത്. ഭക്ഷണം കഴിക്കാൻ വന്ന പോതാണ് വിളിച്ചത് ഈ നമ്പറില്. അവരുടെ കയ്യിലുള്ള നമ്പർ വേറെയാണ്. കൊളിഞ്ചാമ്പാറ ഞങ്ങൾ 2019 തൊട്ട് നടക്കുന്നു സാറേ. ഇത് ഒരുപാട് കേസ് ഉണ്ട് ഇവരുടെ പേരില്. ഇവിടെ 10-30 പേരുടെ പേരില് ഇത് ശരിயான പ്രശ്നമായിട്ടാണ് കൊണ്ടുപോയി കൊടുത്തത്. നമ്പർ തരാം, നിങ്ങൾ അവരിനെ വിളിക്കി. അപ്പൊ നമ്പർ ഹലോ 99 99 47 77 வணக்கம் தோழர்களே, ஏழை மக்களுங்கிற யூடியூப் சேனல் சப்ஸ்கிரைப் பண்ணுங்கள், லைக் பண்ணுங்கள், ஷேர் பண்ணிங்க. நீங்கள் ஒருத்தரும் பண்ணுற லைக்கு ஷேரும் தான் எனக்கு முக்கியம். அதாவது நாங்கள் போடுற வீடியோவெல்லாம் ஒரு என்ன பண்ணுது, ஒரு மந்திரியோட ஆளுன்னு சொல்லிக்கிட்டு நான் ஒரு குடும்பத்திலேருந்து ஒரு பாவப்பட்ட ஒருத்தன் எந்த இடத்துக்கு போனாலும் போலீஸ்காரங்க எப்படி மிரட்டுறாங்கிற ரெக்கார்டாக்கி வெளியே விடுறேன். என் பொண்டாட்டி கூப்பிட்டு அப்பத்த பழைய அடிஷனல் எஸ்பி மிரட்டுறாரு. அன்றைக்கி தெரியான்னு சொன்னால் மறுபடியும் குண்டாமட்டி கேள்வி வைக்கிற முன்னாடி மிரட்டுற மாதிரி தோணியில் பேசுகிறாரு. ரெண்டாவது என்ன கூப்பிடுறாரு. இத்தனை வெளி தெளிவு இருந்தோம். அதாவது சசீந்திரன் CI കള്ള நான் അയാൾ ചെയ്ത കള്ളത്തരമാണ് ഇന്ന് ഞാൻ പൊളിക്കാൻ പോകുന്നത്. ഒരു അഡീഷണൽ SP എന്നെ കൊടുത്ത വിരട്ടുകയാണ്. കോടതിയിൽ പോകണം, കോടതിയിൽ പറയണം. ഞാൻ കോടതിയിൽ പോയ കേസ് എന്തിനാണ് പിന്നെ കോടതിയിൽ പോകണം? SP സാറേ, അഡീഷണൽ SP സാറേ, ഞാൻ എന്തിന് കോടതിയിൽ പോകണം?
ഞാൻ കോടതിയിൽ പോയ കേസല്ലേ. നിങ്ങൾ അവരെടുത്ത് കൈക്കൂലി വാങ്ങിക്കൊണ്ട് എന്തിനാണ് ഈ കള്ളപ്പരിപാടി ചെയ്യുന്നത്? മന്ത്രിയുടെ ആൾ പറഞ്ഞ് തൂക്കിക്കൊല്ലോ. തൊഴിലടിസൽ എസ് പി സാറേ, ഇത് നിങ്ങൾ തൂക്കിക്കൊല്ലാൻ പറ്റാണ്. സാറേ, നിങ്ങളൊക്കെ എൻ്റെ ജീവൻ തകർത്ത്, ഞാനൊരു പാറ്റയും പള്ളിയും ജീവിക്കുന്ന വീട്ടിലാണ് ജീവിക്കുന്നത് കേട്ടോ. എൻ്റെ ജീവൻ തകർത്ത് നിങ്ങളുടെ മക്കളൊക്കെ ഉണ്ടല്ലോ പെരുവഴിയിൽ നിൽക്കണം സാറേ. നിങ്ങളുടെ മക്കളൊക്കെ പെരുവഴിയിൽ നിൽക്കണം. ഇല്ലെങ്കിൽ കിടപ്പ് രോഗിയായി പോണ സാർ. നിങ്ങളുടെ മക്കളൊക്കെ നിങ്ങൾ വാങ്ങിയത് ലഞ്ച കാശ് കൊണ്ട് കേട്ടാ സാറേ. എന്നോട് കാട്ടി നിങ്ങളെ കൂടുതലേക്ക് ഇതിന് ഭേദം മുണ്ട് വിരിച്ച് റോട്ടിൽ കുത്തിയിരുന്ന് പിച്ച വാങ്ങി തിന്നാ സാറേ. നിങ്ങൾ എന്നെ തൂക്കിക്കൊല്ലാമ്പോൾ അഡീഷണൽ എസ് പി സാർ, ഇപ്പോഴുള്ള സാറല്ല, മുന്നിലുണ്ടായിരുന്ന എസ് പി സാറ്. ഞാൻ റെക്കോർഡ് വീഡിയോ പെടുന്നുണ്ട്. എൻ്റെ ഭാര്യയെ വിളിച്ച് ഭീഷണി സ്വരത്തിൽ സംസാരിക്കുന്നു, എന്നെ വിളിച്ച് ഭീഷണി സ്വരത്തിൽ സംസാരിക്കുന്നു. എന്തിനാണ് അത് എന്നെ ഭീഷണിപ്പെടുത്തുന്നത്? അപ്പം നിങ്ങൾ എന്നോട് എൻ്റെ കുടുംബത്തോട് ക്രൂരത കാട്ടി ചെയ്യാത്ത കുട്ടികളൊക്കെ കള്ളക്കേസെടുത്ത ലഞ്ചം വാങ്ങിക്കൊണ്ട് സാറേ, കള്ളക്കേസ് മാത്രം കിട്ടിയാ വേറെ വല്ലതും കിട്ടിയോ? ഈ കള്ളക്കേസ് എടുക്കാനൊക്കെ, ഈ കള്ള റിപ്പോർട്ട് കൊടുക്കാൻ ഈ കള്ള സി ഐക്ക് എന്ത് കിട്ടി? ശശീന്ദ്രൻ സി ഐക്ക് എന്ത് കിട്ടി? പിന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇറക്കിയിരുന്നു. ഞാൻ നല്ല പോലീസുകാരോട് വിൻസെൻ്റ് മാപ്പ് ചോദിക്കുന്നു. നല്ല പോലീസുകാരോട് നല്ലവർ ഒരുപാടുണ്ട്. അവരോടൊക്കെ വിൻസെൻ്റ് എന്താ പറഞ്ഞാൽ സ്നേഹം പുലർത്തുന്ന ആൾക്കാരും സ്നേഹിക്കുന്ന ആൾക്കാരും വിൻസെൻ്റ് ഒരുപാടുണ്ട്. അതുകൊണ്ട് അവരൊക്കെ ഞാൻ മാപ്പ് ചോദിക്കുന്നു കേട്ടോ. അതുകൊണ്ട് സാറേ, ഞാൻ പേര് പറഞ്ഞ് ഞാനിത് പറയുന്നത് കേട്ടോ. നല്ല പോലീസുകാർ പിന്നെ ഒരുപാടുണ്ട്. അവരൊന്നും എന്നൊന്നും പറയരുത്, ശ്രമിക്കണം കേട്ടോ സാറേ. മാപ്പ എന്താ പറഞ്ഞാൽ വേറെ നിവൃത്തിയില്ലാത്ത കൊണ്ട് ഈ പറയുക. ഇത്ര വലിയ തെളിവുണ്ടായിരുന്നു. കള്ളൻ ശശീന്ദ്രൻ, കള്ളൻ, അവൻ്റെ മകൻ കള്ളൻ, കുടുംബമേ കള്ളന്മാരാണ്. ലഞ്ചം വാങ്ങിയ കാശ് കൊണ്ട് എന്തിനാ സാറേ ഈ പിച്ചപ്പണിക്ക് പോകുന്നത്? അതിന് ഭേദം മുണ്ട് വിരിച്ച് റോട്ടിൽ പോറാ സാറേ. പിച്ചപ്പണിക്ക് പോறது കേട്ടോ. ഇങ്ങനൊന്നും നിങ്ങളുണ്ടല്ലോ ഓരോരുത്തരുടെ മേലും കെട്ടിച്ചൊമിച്ച കള്ളക്കേസക്ക് നിങ്ങളുടെ ഉണ്ടല്ലോ ഞാൻ വീട് എങ്ങനെയെങ്കിലും ജീവിച്ച് പിടിച്ചു പോവും. പക്ഷേ പച്ച പിടിച്ച് എങ്ങനെയും ജീവിച്ചു പോവാ, എങ്ങനെയും പാടുപെട്ട് ഇങ്ങനെ ജീവിച്ചു പോവാ, കുഴപ്പമില്ല. പക്ഷേ നീ എന്നെ പോലെ പായ് ഒന്ന് കഞ്ഞിക്ക് വകയേറ്റോണ്ട് മേറിൽ നെഞ്ഞത്തെ കയറി കുതിര ഓട്ടി കള്ള ശശീന്ദ്ര സിയ്യെ നിന്നെ കണ്ടല്ലോടാ. നിന്റെ മക്കളൊക്കെ ഗുണം പിടിക്കാതെ പെരുവഴി നിൽക്കണം നിന്റെ മക്കളൊക്കെ. അതുപോട്ടെ, ആ കള്ള ശശീന്ദ്രൻ കൊടുത്ത റിപ്പോർട്ട് തന്നെയാണ് ഇന്ന വരയ്ക്കും കോടതിയിൽ. ഞാൻ എവിടെ പോയാലും കോടതിയിൽ പോയത്. അഡീഷണൽ എസ് പി പറയാൻ എന്നെ കൊണ്ട് കോടതിയിൽ പോകുന്നത്. ഞാൻ കോടതിയിൽ പോയ കേസാണ്. പൊതുഫണ്ട് ദ്രോഹം നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ 13/12/2019 മരണപ്പെട്ട ആൾ വിലയിൽ കരാറുണ്ടെങ്കിൽ സ്റ്റാമ്പ് പേപ്പർ ഉപയോഗിച്ചിട്ടും തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത് ആ റിപ്പോർട്ടിൽ ആ ഡയറക്ടർ കൊടുത്ത റിപ്പോർട്ട് വലുതാണ്, ശശീന്ദ്രൻ സി ഐ കൊടുത്ത റിപ്പോർട്ട് വലുതാണ്. കള്ളൻ നാറിയ സി ഐ ശശീന്ദ്രൻ സി ഐ അയാളിനെ കണ്ടുള്ള മക്കള് പേരുടെ കുട്ടികൾക്ക് ഗുണം പിടിക്കാതെ പെരുവളി പിച്ച വാങ്ങി തരണം കേട്ടോ. ഇതിനെക്കാട്ടിയും പറയാൻ വിൻസെൻ്റ് വാക്കുകളില്ല. ഈ ശശീന്ദ്രൻ്റെ മക്കളാകട്ടെ പേരക്കുട്ടികൾ, പേരക്കുട്ടികളുടെ കുട്ടികൾ ഗുണം പിടിക്കാതെ നശിച്ചു പോകണ്ട. അത്തൻ്റെ മക്കളൊക്കെ നശിച്ചു പോകണം. ഇതാ എൻ്റെ എല്ലാവരും കേൾക്കുക, 2 വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്നെയും അഡീഷണൽ എസ് പി വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു. അതിൻ്റെ നമ്പറുടെ സഹിതപ്പെടുത്തുന്നു. എൻ്റെ ഭാര്യനെ വിളിച്ച് ഭീഷണി സ്വരത്ത് സംസാരിക്കുന്നു. അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെയും വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു. 7 മക്കളെയും കൂടെ ഞാൻ പറഞ്ഞ ഓരോ വീഡിയോവും തെളിവ് സഹിതം പുറത്തുവിടുന്ന പോലീസുകാർക്കെതിരെ എന്നോട് എൻ്റെ കുടുംബത്തോട്ട് കള്ളക്കേസുക്കും പീഡനക്കേസുക്കും ഏതൊക്കെ അന്വേഷിക്കാത്ത നാറിയ പോലീസുകാരൻ ശശീന്ദ്രൻ സി ഐ എൻ്റെ കേസ് കഴിയുമ്പത്തിലെത്തിയ സി ഐ എൻ്റെ കുടുംബത്തിൽ എന്നെ അവനെ കണ്ടല്ല നശിച്ച് നാറി അവൻ്റെ മക്കളൊക്കെ കെട്ടപ്പ് രോഗിയായി കിടന്ന് വാങ്ങുന്ന പിച്ച കാശ് കൊണ്ട് ജീവിക്കാൻ പറ്റാതെ നീയൊക്കെ തൂക്കിൽ തൊങ്ങണം. ഇത് എൻ്റെ പ്രാർത്ഥനയായിരിക്കും കേട്ടോ. നീ എന്താവനായിക്കോട്ടെ, എനിക്കൊരു പുല്ലല്ല ശശീന്ദ്രൻ സി ഐ. നിന്നെപ്പോലെ നാറി ഓർത്തനെ ഇത്ര വലിയ തെളിവ് ലോകത്തിൽ മരിച്ചുപോയ ആളുകളിൽ സ്റ്റാമ്പ് പേപ്പർ വാങ്ങി പഞ്ചായത്ത് കരാറുടനെ കുറിച്ചത് ഇന്ത്യ രാജ്യത്ത് ഫസ്റ്റ് പരാതിയാണ് കേട്ടോ. 1ാമത്തെ പരാതി. ഇതുപോലെ ഞാൻ പരാതി ഇന്നുവരെ ഏത് വാർത്തയിലും കേട്ടിട്ടില്ല. മരിച്ചുപോയതിൻ്റെ അടുത്ത പേരിൽ സ്റ്റാമ്പ് പേപ്പറായി ഉപയോഗിച്ചത് 11 കാലം കഴിഞ്ഞിട്ട് ഇതുപോലെ നാറിയ പരാതി ഞാൻ ഇന്ത്യ രാജ്യത്ത് കണ്ടിട്ടില്ല, കേട്ടില്ല. ഇന്ത്യ രാജ്യത്ത് ആദ്യത്തെ പരാതിയാണ്. എത്ര പേര് തെളിവ് എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. നാറിയ സി ഐ, നിന്നെപ്പോലെ നാറിയ സി ഐ തൻ്റെ മക്കളും പേരക്കുട്ടികളും ആക്സിഡൻറ്റിൽ പെട്ട് മരിച്ചു പോകണം. ഇല്ലെങ്കിൽ കെട്ടപ്പ് രോഗിയപ്പനെ തൻ്റെ മക്കളൊക്കെ എൻ്റെ പ്രാർത്ഥനയായിരിക്കും കേട്ടോ. എൻ്റെ കുടുംബത്തോട് ഇതാകണ്ട. ഞാനൊരു ഇപ്പോൾ നിങ്ങൾ ചെയ്ത കാരണം ഞാനൊരു പാറ്റയും പള്ളിയും ജീവിക്കുന്ന വീട്ടിലാണ് കേട്ടോ ഞാൻ ജീവിക്കുന്നത് കേട്ടോ. പാറ്റയും പള്ളിയും ഉള്ള വീട്ടിലാണ് ഞാൻ ജീവിക്കുന്നത് കേട്ടോ. ശശീന്ദ്രൻ സി ഐ കാണുന്നുണ്ടോ എനിക്ക്? നോക്ക് സി ഐ നോക്ക്, ഞാൻ എൻ്റെ മക്കളും കടന്നുറങ്ങുന്ന വീട് കാണുന്നുണ്ടതാ. പാറ്റയും പള്ളി ഇതാ കണ്ട. ഇത് പാറ്റ വരുന്ന വഴിയതാ, ഇതൊക്കെ പള്ളി വരുന്നതാ. നോക്കിതാ നോക്കടാ സി ഐ നോക്കാ. നോക്ക് ഇതിനകത്ത് നോക്കുണ്ടാ സി ഐ നാരി സി ഐ. ഇതാ നിങ്ങൾ ചെയ്ത് കാരണം എൻ്റെ കുടുംബം ഞാൻ കണ്ടതാ. വലിയ ബോട്ടിൽ വെച്ചേക്കണ കണ്ടാ. ഇതാ ഇതേ വെറും പെരുക്കാൻ വരുന്ന ബോർഡാ. നോക്ക് കണ്ടാ. ഇത്രയും ഞാൻ എൻ്റെ കുടുംബവും നോക്ക് ഇതിനകത്ത് മണ്ണ് എത്ര തള്ളിക്കണ കണ്ടതാ. ഇത് മണ്ണ് കണ്ടതാ.
ഇതൊക്കെ ഉണ്ടല്ലോ പാറ്റയും പള്ളിയും വരുന്ന വീട്ടിലാ ഞാൻ എൻ്റെ ഭാര്യ മക്കൾ ജീവിക്കുന്ന നോക്കുതാ എൻ്റെ വീട് നോക്കുതാ നിങ്ങൾ ചെയ്ത് കാരണം എൻ്റെ കുടുംബ ജീവിതം നശിച്ച് ഞാൻ എൻ്റെ മക്കൾ നോക്കി കിടക്കുന്ന സ്ഥലം നോക്കി എൻ്റെ ഭാര്യ മക്കൾ ഞാൻ കിടക്കുന്ന സ്ഥലം നോക്കി സി ഐക്ക് നാറിയ സി ഐ മകനെ ഗത്തണ്ടി മകനെ നോക്കടാ നിന്നൊക്കെ എൻ്റെ മക്കൾ ഞാൻ കിടന്നുറങ്ങുന്ന സ്ഥലം നോക്കടാ നാരി സി ഐ മകനെ നിന്നൊക്കെ കള്ളക്കേസിൻ്റെ പേരിൽ എടുത്തുകൊണ്ടല്ല നിങ്ങൾക്ക് ഞങ്ങൾ കൊടുത്ത പരാതി ന്യായമായി എന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പെരുവഴി കിടക്കണടാ എൻ്റെ കണ്ണീരൊക്കെ ഉണ്ടല്ലോ തന്നെ വെറുതെ വിടൂല കേട്ടോ തന്നെ തൻ്റെ കണ്ണീരൊക്കെ എന്നെ വിടുക കേട്ടോ ഇത് പിടിച്ചോ ஏழை மக்கள் எங்களோட யூடியூப் சப்ஸ்கிரைப் பண்ணுங்க லைக் பண்ணி ஷேர் നാരി സി ഐക്ക് നിൻ്റെ മക്കളൊക്കെ പെരുവിളി നിൽക്കണടാ ഞാൻ കണ്ട് രസിങ്ങോട്ട് ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോയാലും ഇല്ലെങ്കിൽ ജീവനുണ്ടെങ്കിൽ ഞാനൊരു വലിയൊരു പ്രോജക്റ്റ് നടത്തുന്നത് സക്സസ് ആയി കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ മക്കളുടെ മുന്നിൽ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കും കേട്ടോ അപ്പം കണ്ടോ നിൽക്കി നിന്നൊക്കെ ഞാൻ അപ്പം വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ചിലപ്പോൾ ഞാൻ മരിച്ചുപോയി എന്ന് പറയാം നിൻ്റെ മക്കൾ പെരുവഴി നിൽക്കണം നാരി സി ഐ സസീന്ദ്രൻ സി ഐ ஏழை மக்கள் சப்ஸ்கிரைப் பண்ணுங்க லைக் பண்ணுங்க ஷேர் பண்ணுங்க ஜெய் ஹிந்த்